ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്ക് ഇന്ന് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയാലോ? എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? ആദ്യം 4 കോഴിമുട്ട, 1 കപ്പ് മൈദ, 3/4 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ്, 3 ടീസ്പൂൺ കൊക്കോ പൗഡർ. ആദ്യം മൈദയിലേക്ക് 3 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് 3 പ്രാവശ്യം അതിനെ തരിച്ചെടുക്കുക. അതിനെ മാറ്റി വെക്കുക. ബീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിൽ കോഴിമുട്ടകളെല്ലാം പൊട്ടിച്ചിടുക. ഇതിനെ നല്ലവണ്ണം ബീറ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് എടുത്തു വെച്ച പഞ്ചസാര കുറച്ചായി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. രണ്ട് ടീസ്പൂൺ ഓയിൽ, 1 ടീസ്പൂൺ വാനില എസൻസ്, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവയെല്ലാം ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുത്ത് ഏകദേശം പതഞ്ഞ് പൊങ്ങി വരുമ്പോൾ നേരത്തെ തരിച്ചു വെച്ച മൈദ കൊക്കോ പൗഡറും ഇതിലേക്ക് ചേർത്ത് സാവധാനം ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് കേക്ക് തയ്യാറാക്കാൻ വേണ്ടി പാത്രമെടുത്ത് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കേക്കിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കേക്ക് തയ്യാറാക്കാം. വിപ്പിംഗ് ക്രീം കൊണ്ട് ബ്ലാക്ക് ഫോറസ്റ്റിനുള്ള ക്രീം ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. നമ്മളുടെ കേക്ക് ഇവിടെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ 3 ലെയർ ആക്കി മുറിച്ചെടുക്കുക. ഓരോ ലെയറിൻ്റെ ഇടയിൽ സ്പ്രെഡ് ചെയ്യാനുള്ള ചെറിയ സിറപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു പരന്ന പാത്രമെടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം തേച്ച് ആദ്യത്തെ ലെയർ വെക്കുക. നമ്മളിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുന്നില്ല, അതിൻ്റെ സിറപ്പ് മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിനുശേഷം ക്രീം വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായി തേച്ച് പരത്തുക. ഡാർക്ക് ചോക്ലേറ്റ് ഇവിടെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അത് ക്രീമിൻ്റെ മുകളിൽ വിതറി ഇടുക. എന്നിട്ട് അടുത്ത ലെയർ വെക്കുക. പിന്നെ ആദ്യം ചെയ്ത പോലെ വൈയായി ചെയ്യുക. എന്നിട്ട് ക്രീം കൊണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാ ഭാഗത്തും ക്രീം കൊണ്ട് കേക്കിനെ കവർ ചെയ്ത് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് കേക്കിനെ ഡെക്കറേഷൻ ചെയ്യുക. നമ്മൾ ഇതുപോലെയാണ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും
കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഇനിയും വരും. അതുവരേക്കും ബായ്.